നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. വരന്തരപ്പള്ളി പൗണ്ടിൽ കീറിയ ഒട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രതികാരമായി സാധനങ്ങൾ വാങ്ങാനെത്തിയ ആൾ ബേക്കറി അടിച്ചു തകർത്തു. അളഗപ്പനഗർ പഞ്ചായത്തിലെ കീനൂർ പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ വ്യാപക ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ. പുതുക്കാട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെ കൊടകരയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗ്രേഡ് SI ജിനുമോൻ തച്ചേത്താണ് മരിച്ചത്. പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് മുക്കുളിയം ഭാഗത്തേക്ക് KSRTC ബസ് സർവീസ് തിങ്കളാഴ്ച ആരംഭിക്കും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മട്ടത്തൂർ യൂണിറ്റ് സമ്മേളനം ചെട്ടിച്ചാലിൽ സംഘടിപ്പിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിറച്ചാർത്ത് 2024 കലാകായിക മേളയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വരന്തരപ്പള്ളി പൗണ്ടിൽ കീറിയൊട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രതികാരമായി സാധനങ്ങൾ വാങ്ങാനെത്തിയ ആൾ ബേക്കറി അടിച്ചു തകർത്തു. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തായി. വരന്തരപ്പള്ളി പൗണ്ടിൽ കീറിയൊട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ടതിന് പ്രതികാരമായി സാധനങ്ങൾ വാങ്ങാനെത്തിയ ആൾ ബേക്കറി അടിച്ചു തകർത്തു. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായി. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. വരന്തരപ്പള്ളി പൗണ്ട് സെന്ററിലെ ശങ്കര സ്നാക്സ് എന്ന സ്ഥാപനമാണ് അക്രമി തല്ലി തകർത്തത്. സാധനങ്ങൾ വാങ്ങാനെത്തിയ വരന്തരപ്പള്ളി സ്വദേശി കീറിയ നോട്ട് കൊടുത്തപ്പോൾ കടക്കാരൻ കീറിയ നോട്ട് മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. നോട്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞ കടയുടെ പുറത്തേക്ക് ഇറങ്ങിയ ഇയാൾ തിരികെ എത്തി കട അടിച്ചു തകർക്കുകയായിരുന്നു. ഗ്ലാസുകളും വിൽപ്പനയ്ക്കായി എത്തിച്ച സാധനങ്ങളും നശിപ്പിച്ച നിലയിലാണ്. 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ വിനോദ് കുമാർ പറഞ്ഞു. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി. അളഗപ്പനഗർ പഞ്ചായത്തിലെ കീനൂർ പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ വ്യാപക ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ. അളഗപ്പനഗർ പഞ്ചായത്തിലെ കീനൂർ പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ വ്യാപക ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ. നടിയിൽ കഴിഞ്ഞ് 45 ദിവസം പിന്നിട്ട പാടത്ത് കാട്ടുപന്നികൾ കൂട്ടത്തോടെ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണ്. ജോഷി കൊമ്പൻ, അജിത് കുമാർ, TM രമണൻ, CM അശോകൻ, മേഴ്സി മാത്യു എന്നിവരുടെ നെൽകൃഷിയാണ് കാട്ടുപന്നി നശിപ്പിച്ചത്. ആ കൃഷിഭവൻ പാടശേഖരത്തിൽ വരുന്ന ഒരു കർഷകനാണ് ഞാൻ. അതിൽ ഞാൻ പാട്ടത്തിലും ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ടും നിലമുണ്ട്. വ്യാപകമായ പന്നിശല്യമാണ് ഇപ്പൊ കാണുന്നത്. തരിശ് കിടക്കുന്ന ഭൂമി അത് എന്നിൽ നിന്ന് വ്യാപകമായ ഒരു പന്നികൾ ഇപ്പോൾ ഒരു 45 ദിവസമായി നട്ടിട്ട് കതിര് വരാറായ പ്രായമായിട്ടുള്ള നെല്ല് കുത്തി നശിപ്പിക്കുക, വ്യാപകമായി നശിപ്പിക്കുക. ഒരു നടപടി പഞ്ചായത്ത് ഷൂട്ടർമാർ ഔദ്യോഗികമായിട്ട് ഷൂട്ടർമാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ഇനിയിപ്പോൾ എന്തായാലും നടപടിയെടുത്ത് പന്നിനെ തീർക്കുക. വയലുകളിലെ നെൽച്ചെടികളും വയലുകളും വരമ്പുകളും കാട്ടുപന്നികൾ തേറ്റകൊണ്ട് കുത്തിമറിച്ച് നശിപ്പിച്ച നിലയിലാണ്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ കൃഷി ഇറക്കിയ സമയത്ത് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നതായും കർഷകർ പറഞ്ഞു. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ലോണെടുത്തും കടം വാങ്ങിയുമൊക്കെയാണ് പല കർഷകരും കൃഷി ഇറക്കുന്നത്. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാവുന്നതെന്നും കർഷകർ പറയുന്നു. ഇവിടെ ഇപ്പോൾ 3-4 കൊല്ലമായിട്ട് പന്നിശല്യം ഭയങ്കര രൂക്ഷമായിട്ടുകൊണ്ടിരിക്കുക. എല്ലാ തവണയും കൊണ്ട് ഏറെക്കുറെയൊക്കെ കണ്ട് ചാനലാരെയൊക്കെ കൊണ്ട് കണ്ടിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ട് ഇതുവരെ ഒരു നടപടിയും സൂട്ടർമാരെ അനുവദിച്ചു എന്ന് പറയുന്നത്. അവർ ഞങ്ങളെ കാവലിരുന്നാലേ അവർ വരുള്ളൂ. അത് ഞങ്ങളിരിക്കുന്ന പന്നി വരില്ല. അങ്ങനെയാണ്. ഇപ്പൊ ഒരു ദിവസം വന്നില്ല എന്ന് വെച്ചാൽ പറ്റുക അന്ന് രാത്രി ഒരു പന്നിയുടെ കളിയായിരുന്നു. അതാണ് എനിക്ക് പറയാൻ കൂടുതൽ കാര്യമായിട്ട്. പിന്നെ കഴിഞ്ഞ വിരിപ്പ് ചെയ്തിട്ട് ഇതുവരെ നെല്ലിന്റെ കാശിന്റെ ഒരു അനക്കം ഇതുവരെ ആയിട്ടില്ല. അപ്പൊ ഇവിടെ പന്നിശല്യം നമുക്ക് 3-4 വർഷമായിട്ട്, 3-4 കൂടുതൽ രൂക്ഷമായിട്ട് 3-4 വർഷമായി. ഇപ്പൊ കഴിഞ്ഞ വർഷം തൊട്ട് പഞ്ചായത്ത് നമുക്ക് ഷൂട്ടർമാരെ അനുവദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ ഒക്കെയാണ് പന്നികൾ കൂടുതൽ വരുന്നത്. നമ്മളെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവര് വരില്ല. പക്ഷെ ഇന്നും അങ്ങനെ രാത്രി ഫുൾ ടൈം നമുക്ക് പൊളിച്ചിരുന്ന് ഈ കൃഷി സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേറെ ഏതെങ്കിലും മാർഗങ്ങൾ, ഏതെങ്കിലും ഫെൻസിങ് സംവിധാനമോ അങ്ങനെയൊക്കെ നമുക്ക് പാടത്തേക്ക് പന്നി ഇറങ്ങാതിരിക്കാനുള്ള ഒരു സംവിധാനം
ഗവൺമെന്റ് തലത്തിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പൊ അതിന് വേറെ ഏതെങ്കിലും നടപടികളും കൂടി പഞ്ചായത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് കീഴിലോ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ പന്നി വരാണ്ടിരിക്കാനുള്ളൊരു പരിപാടി ഇവിടെ കൊണ്ടുവരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വലിയ പ്രതീക്ഷകളുമായി കൃഷി ഇറക്കിയ കർഷകർ വിളവെടുപ്പ് കഴിയുന്നതുവരെ ആശങ്കയോടെയാണ് കഴിയുന്നത്. കാട്ടുപന്നി ശല്യത്തിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പുതുക്കാട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെ കൊടകരയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗ്രേഡ് SI ജിനുമോൻ തച്ചേത്താണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. രാവിലെ വീട്ടുകാർ വിളിച്ചുണർത്താൻ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ചിട്ടുണ്ട്. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11 മണി വരെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 12-ന് പാർമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടക്കും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മട്ടത്തോട് യൂണിറ്റ് സമ്മേളനം ചെട്ടിച്ചാലിൽ സംഘടിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG വനജ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഷാജൻ, അനിത റോയ്, ഏരിയ പ്രസിഡന്റ് TI ഹരിഹരൻ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും എല്ലാ സംഘങ്ങളിലെ അംഗങ്ങളും കൊഴിഞ്ഞു പോണ കാരണം നമ്മുടെ യൂണിറ്റ് ഇപ്പോൾ ഇല്ലാതെ ആവാൻ പോകുന്ന അവസ്ഥയിലാണ്. ഈ സമ്മേളനം മറ്റത്തൊരു യൂണിറ്റിൻ്റെ അവസാന സമ്മേളനമാണ്. കാരണം എന്താണ്, അംഗങ്ങളുടെ പ്രാതിനിധ്യം കുറവ്. 4 സംഘങ്ങൾ മാത്രമാണ് ഈ ഒരു യൂണിറ്റ് നിലനിൽക്കുന്നത്. യൂണിറ്റ് കമ്മിറ്റിക്ക് ആളില്ലാത്തൊരവസ്ഥയ്ക്കുള്ളത് കൊണ്ട് നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിറച്ചാർത്ത് 2024 കലാ കായിക മേളയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ സാനിറ്ററി നാപ്കിനുകൾ, പാഡുകൾ എന്നിവ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ആക്രി ആപ്പ് എന്ന സ്ഥാപനവുമായുള്ള കരാർ പത്രവും കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദ്വിതിക, വനിതാ ശിശുവികസന ജില്ലാ ഓഫീസർ P മീര, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K അജിത എന്നിവർ പ്രസംഗിച്ചു. ഡിസംബർ 3 വരെ നടക്കുന്ന കലാകായിക മേളയിൽ അംഗൻവാടി, ഭിന്നശേഷി, വയോജന, വനിതാ കലാകായിക മേള, നേത്രപരിശോധനാ ക്യാമ്പ്, രോഗി ബന്ധു സംഗമം, സാംസ്കാരിക കൂട്ടായ്മ, അംഗൻവാടി ശുചിത്വ എക്സിബിഷൻ, ഫ്യൂഷൻ സന്ധ്യ, നാടൻ പാട്ട് എന്നിങ്ങനെ വൈവിധ്യമായ പരിപാടികളാണ് അരങ്ങേറുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ തയ്യാറാക്കിയ ചാർട്ടുകളും പാഴ്വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച കരകൌശല വസ്തുക്കളും മാലിന്യ സംസ്കരണ ഉപാധികളുടെ പ്രദർശനവും മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. പുനരുപയോഗ സാധ്യതയുള്ള വസ്ത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. കൂടാതെ കുടുംബശ്രീ ഒരുക്കിയ ഭക്ഷ്യവസ്തുക്കളുടെയും മൺപാത്രങ്ങൾ, കരകൌശല വസ്തുക്കൾ, തുണി ബാഗ്, മുളകൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ, പൂച്ചെടികൾ എന്നിങ്ങനെ വിപുലമായ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട്. അംഗനവാടി അധ്യാപകർ മില്ലറ്റിനെ പരിചയപ്പെടുത്തുക മാത്രമല്ല, സാമാന്യം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല വിശദവയറുമായിട്ട് വന്ന ഒരാൾ ആണ് ഞാൻ എന്നുള്ളത് കൊണ്ട് രുചിഭേദങ്ങളുടെ നിറച്ച. ഇനി ബിസിനസ് വാർത്തകൾ. തകർപ്പൻ ഓഫ് റോഡുകൂടി ജാക്സൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഡ്സ് ജ്വല്ലറി കല്ലൂർ നായരങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന് എതിർവശം ആരംഭിച്ച ജാക്സൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപ്പുമുളകും ഫെയിം ബേബി അമ്മയ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS റോസൽ രാജ്, പഞ്ചായത്ത് അംഗം അജീഷ് മുരിയാടൻ ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥികളായെത്തി. ജാക്സൺ കല്ലൂരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. കല്ലൂർ നായരങ്ങാടിയിൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന് മുൻവശം ജാക്സൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആരംഭിച്ചിരിക്കുകയാണ്. കിഡ്സിന്റെ വിപുലമായ ഒരു കളക്ഷൻസ് തന്നെയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ തന്നെയാണ് നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നത്. അപ്പോൾ ജാക്സന് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ, മേൽക്കുമേൽ നല്ല പുരോഗതി നമ്മുടെ ജ്വല്ലറിക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നമ്മുടെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ഇനിയും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ പാറുകുട്ടിക്ക്
ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും ഒക്കെ അഭിനയിച്ച് നല്ല കുട്ടിയായിട്ട് അഭിനയിക്കാൻ കഴിയട്ടെ. ചെറിയ കുട്ടികൾക്ക് വളരെ ചെറിയ ഗ്രാമിലുള്ള നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയൊരു ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ജാക്സൺ ചേട്ടൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. കിഡ്സ് ആഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കമനീയ ശേഖരമാണ് ജാക്സൺ ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ വെള്ളി ആഭരണങ്ങളും ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസുകൾക്കും സമ്മാനമുണ്ടായിരുന്നു. ചടങ്ങിനോടനുബന്ധിച്ച് തൃശൂർ സ്പാരോസ് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി. ഹോൾസെയിൽ വിലയിൽ പരിശുദ്ധ സ്വർണം നിങ്ങൾക്ക് തൊട്ടരികിൽ. സന്ദർശിക്കുക ജാക്സൺ ഗോൾഡൻ ഡയമണ്ട്സ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന് എതിർവശം, കല്ലൂർ, നായരങ്ങാടി. ഫോൺ നമ്പർ 9745823105. മറ്റൊരു ഫോൺ നമ്പർ 7510591174. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി ലേഡീസ് ഇന്നർവെയർ ലോകത്തെ വൈവിധ്യമാർന്ന എല്ലാ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുന്നതിനായി അലൈനാസ് ഇന്നർ സ്റ്റോർ കോടാലി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി ലേഡീസ് ഇന്നർവെയർ ലോകത്തെ വൈവിധ്യമാർന്ന എല്ലാ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്തുന്നതിനായി അലൈനാസ് ഇന്നർ ഷോപ്പി കോടാലി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. കോടാലി അലൈനാസ് ഇന്നർ ഷോപ്പി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VP ഉദ്ഘാടനം ചെയ്തു. രാജി ജോയിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. നമ്മുടെ കോടാലിയിൽ ആരംഭിച്ചിട്ടുള്ള അലൈനാസ് ഇന്നർ സ്റ്റോറിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇവരുടെ രണ്ടാമത്തെ ഷോറൂമാണിത്. വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യ ഷോറൂമിൽ അവർ ഏറ്റെടുത്തിട്ടുള്ളത്. കോടാലിയിലും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടത്താനായിട്ട് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. പറഞ്ഞതുപോലെ ഓരോ നിമിഷം തോറും വളർന്നു വരുന്ന കോടാലിയിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച് നല്ലൊരു രീതിയിൽ ജോയിയുടെ ഈ സംരംഭം ഇന്നർ സ്റ്റോറിൻ്റെ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഷോറൂം കോടാലി ആദ്യമായിട്ട് ആരംഭിക്കുന്നു. ആദ്യമായി ജോയിക്ക് വലിയൊരു അഭിനന്ദനങ്ങൾ ഞങ്ങൾ നേരുകയാണ് അസോസിയേഷൻ പേരിൽ. മാത്രമല്ല ഇന്നർവെയർ രംഗത്ത് ഏകദേശം 25 വർഷത്തെ പരിചയമുള്ള വ്യക്തിയാണ് ജോയി. ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായ ഇന്നർവെയറുകൾ ഇവിടുന്ന് എന്തായാലും ലഭിക്കും. കാരണം ആ രീതിയിലാണ് ജോയി ഈ ഷോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലേഡീസ് ആൻഡ് കിഡ്സ് ഇന്നർവെയറുകൾ, ഗർഭിണികൾക്ക് മാത്രമായി പ്രത്യേകം നിർമ്മിതമായ വസ്ത്രങ്ങൾ, ടീനേജ് പെൺകുട്ടികൾക്കായി ഡെയിലി വെയറുകൾ, ഡിസൈനർ നൈറ്റുകൾ, നിറ്റഡ് മെറ്റീരിയൽ, അണ്ടർസ്കേർട്ട്, ഫിഷ് കട്ടിംഗ് അണ്ടർസ്കേർട്ട്, ബോഡി ഷേപ്പിംഗ് ബെൽറ്റുകൾ, ബോഡി ഷേപ്പിംഗ് പാൻറ്റീസുകൾ എന്നിവയുടെ ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ വിപുലമായ സെലക്ഷൻ. കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരമുള്ള ബ്രാ ഉൽപ്പന്നങ്ങൾ സൈസ് 30 മുതൽ 46 വരെയും കപ്പ് സൈസ് A മുതൽ B, C, D, E, F, G, H വരെയുള്ള എല്ലാ സൈസുകളിലും ലഭ്യമാകുന്നു. ബ്രസ്റ്റ് ക്യാൻസർ മൂലം ബ്രസ്റ്റ് റിമൂവ് ചെയ്തവർക്ക് പ്രത്യേകം ബ്രാകൾ നിർമ്മിച്ചു നൽകുന്നു. സാമൂഹിക സേവനാർത്ഥം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ക്യാൻസർ ബ്രാ സൗജന്യമായി നൽകുന്നു. ഫീഡിംഗ് ബ്രാ, സ്പോർട്സ് ബ്രാ, മിനിമൈസർ ബ്രാ, അണ്ടർവെയർ ബ്രാ, സ്കൂൾ ബ്രാ, പാഡഡ് ബ്രാ, മെറ്റേണിറ്റി പാൻറ്റീസ്, പീരിയഡ്സ് പാൻറ്റീസ്
നിപ്പിൾ കൺസീലർ, ടെർമൽ വെയർ തുടങ്ങി എല്ലാത്തരം ഇന്നർ വെയേഴ്സും അലൈനാസിൽ ഒരുക്കിയിരിക്കുന്നു. വാൻ ഹ്യൂസിൻ, സീവാമി, ജോക്കി, ഡെയ്സി ഡി, ബോഡി കെയർ, ബ്ലോസം, ടീൻസ്, വി സ്റ്റാർ, വിസ്മയ്, ന്യൂ ഡേ, റിസ, ഇന്റർകെയർ മൊമെന്റ്സ്, സൊനാരി, റെറ്റലോ, ട്രെൻഡ്സ് തുടങ്ങി ഏറ്റവും നിലവാരമുള്ള ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ. കൂടാതെ ശരിയായ അളവിലുള്ള ബ്രാ തിരഞ്ഞെടുക്കുന്നതിനായി സൈസ് നിർണ്ണയിച്ച് നൽകുന്നതിന് സ്പെഷ്യലിസ്റ്റുകളായ സ്റ്റാഫുകളുടെ സേവനവും ലഭ്യമാണ്. സന്ദർശിക്കുക എ കംപ്ലീറ്റ് ലേഡീസ് ആൻഡ് കിഡ്സ് ഇന്നർവെയർ ഷോപ്പ്, അലൈനാസ് ഇന്നർ ഷോപ്പിംഗ്, പോസ്റ്റ് ഓഫീസിന് സമീപം, CC ടവർ, കോടാലി ജംഗ്ഷൻ. വിളിക്കേണ്ട നമ്പർ 9446997668 8489110087. സഹോദര സ്ഥാപനം M സൺസ് ഇന്നർവെയർ, പട്ടിക്കാട്. മറ്റു വാർത്തകളിലേക്ക്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വേലുപ്പാടം വെട്ടിങ്ങപ്പാടം റോഡിൽ ഭക്ഷ്യാവശിഷ്ടങ്ങളും മാംസാവശിഷ്ടങ്ങളും റോഡരികിൽ തള്ളുന്നതായി പരാതി. മാലിന്യങ്ങൾ ചീഞ്ഞളിഞ്ഞ് അസഹനീയമായ ദുർഗന്ധവും ഈച്ചശല്യവും വർദ്ധിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. വിദ്യാർത്ഥികളടക്കം പോകുന്ന വഴിയിലെ കാടിനോട് ചേർന്നാണ് മാംസാവശിഷ്ടങ്ങളും കാറ്ററിംഗിന്റെ വേസ്റ്റും തള്ളിയിരിക്കുന്നതെന്നാണ് പരാതി. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ പരാതി നൽകി. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് കൊടുങ്ങയിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലാകായിക മേള സമ്മോഹൻ 2024 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VS നിജിൽ, ഷൈബി സജി, സനല ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ KR ഔസേബ്, KS സൂരജ്, NP അഭിലാഷ്, ചിത്ര സൂരജ്, ICDS സൂപ്പർവൈസർമാരായ S ബിജിമോൾ, TA വിജയലക്ഷ്മി, സൈറിൻ, സ്പെഷ്യൽ സ്കൂൾ അധ്യാപിക സിസ്റ്റർ നവ്യ, KK സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. കേരള ജൈവ കർഷക സമിതി മട്ടത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കിഴക്കേ കോടാലിയിൽ ജൈവ കർഷക ചന്ത ആരംഭിച്ചു. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് TA ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരം തണൽ സംഘടനയുടെ സ്ഥാപകാംഗം S ഉഷ ജനിതകമാറ്റം വരുത്തിയ വിളകൾ നാടിനാപത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ജൈവ കർഷക സമിതി സംസ്ഥാന സെക്രട്ടറി B സതീഷ്, ജില്ലാ സെക്രട്ടറി MC നിഷ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PV വേലായുധൻ, TD ജയബാലൻ, യൂണിറ്റ് സെക്രട്ടറി VU ഗിരിജ, TP വിനയൻ, വിജിത വിനയൻ, സുനിത ബാലൻ, CS ഷാജി, PM ശശിധരൻ എന്നിവർ പ്രസംഗിച്ചു. അപ്പൊ അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് അതിന്റെ ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് പെർ ഹെക്ടർ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് മുപ്പിളിയം ഭാഗത്തേക്ക് KSRTC ബസ് സർവീസ് തിങ്കളാഴ്ച ആരംഭിക്കും. പുതുക്കാട് ഡിപ്പോയിൽ നിന്നും മുപ്പിളിയത്തേക്ക് പുതിയ KSRTC ബസ് സർവീസ് തിങ്കളാഴ്ച ആരംഭിക്കും. രാവിലെ 8:10 പുതുക്കാട് നിന്നും ബസ് സർവീസ് ആരംഭിക്കുന്നത്. 8:40 മുപ്പിളിയത്തെത്തും. 8:45 മുപ്പിളിയത്ത് നിന്നും ആരംഭിക്കുന്ന ട്രിപ്പ് 9:45 തൃശൂരിലേക്കും എത്തും. ഏറെ തിരക്കുള്ള മുപ്പിളിയം റൂട്ടിൽ ബസ് സർവീസുകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. തിരക്കേറിയ രാവിലെയും വൈകിട്ടും ബസ് സർവീസ് ആരംഭിക്കണമെന്നത് മുപ്പിളിയം നിവാസികളുടെ ഏറെക്കാലമായുള്ള ആവശ്യമായിരുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമായി ഉച്ചതിരിഞ്ഞ് 3:30 തൃശൂരിൽ നിന്ന് തുടങ്ങി 4:35 മുപ്പിളിയത്തെത്തുകയും ചെയ്യുന്ന തരത്തിൽ സമയം ക്രമീകരിച്ചിട്ടുണ്ട്. 4:45 മുപ്പിളിയത്ത് നിന്ന് ആരംഭിച്ച് 5:45 തൃശൂരിൽ തിരിച്ചെത്തുകയും 6:05 തൃശൂരിൽ നിന്ന് ആരംഭിച്ച് 7:05 മുപ്പിളിയത്തേക്ക് എത്തി 7:10 മുപ്പിളിയത്ത് നിന്ന് തിരിച്ച് 7:40 പുതുക്കാട് സ്റ്റാൻഡിലെത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. ജോലിക്കാരായ സാധാരണക്കാർക്ക് ഏറെ സഹായകരമാവുന്ന രീതിയിലാണ് KSRTC ട്രിപ്പുകളുടെ സമയക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകുന്ന തരത്തിലാണ് ട്രിപ്പുകളുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പുതുക്കാട് KSRTC ഡിപ്പോ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അറിയിച്ചു. പാലിയക്കര മണലി പാലത്തിന് സമീപം ബൈക്ക് മറിഞ്ഞ് അപകടം, ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 സംഭവം. നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്.
പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു. ഒലിവിയ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കർഷക പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങി വരാക്കര സ്വദേശിനി സൗമ്യ ബിജു. തൃശൂരിൽ നടന്ന ചടങ്ങിൽ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസാണ് പുരസ്കാരം സമർപ്പിച്ചത്. ഔഷധ സസ്യകൃഷി, മികച്ച കർഷക, കർഷകശ്രീ എന്നിങ്ങനെ വിവിധങ്ങളായ അവാർഡ് ജേതാവാണ് സൗമ്യ ബിജു. CPM കൊടകര ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പോങ്കോത്ര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നെല്ലായി റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡ് ശുചീകരിച്ചു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TR ലാലു അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ EK അനൂപ്, ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KC പ്രദീപ്, മുൻ ബ്രാഞ്ച് സെക്രട്ടറി CC വിൽസൺ എന്നിവർ സന്നിഹിതരായി. കല്ലൂർ കിഴക്കേപ്പള്ളിയിൽ വിശ്വാസ പരിശീലന എക്സിബിഷനും മരിയൻ എക്സിബിഷനും സംയുക്തമായി നടത്തി. വികാരി ഫാദർ ജോയ് കൊള്ളന്നൂർ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവ് എക്സിബിഷൻ സന്ദർശിച്ചു. പ്രിൻസിപ്പൽ PP വിപിൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ജെറിൻ ജോർജ് എന്നിവരും അധ്യാപകരും കുട്ടികളും മാതാപിതാക്കളുമാണ് പ്രദർശനത്തിന് നേതൃത്വം നൽകിയത്. ഈ എക്സിബിഷനോടൊപ്പം സിസ്റ്റർ ഫ്ലോറന്റൈൻ മാതാവിന്റെ വിവിധ പ്രത്യക്ഷങ്ങളുടെയും വിവിധതരം ജപമാലകളുടെയും കളക്ഷനുകൾ അടങ്ങിയ മരിയൻ എക്സിബിഷൻ ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ നടന്നു. അധ്യാപികയും എഴുത്തുകാരിയും ഗാനരചയിതാവുമായ രാജ്കുമാരി വിനോദ് ഗാനരചന നിർവഹിച്ച നിലാവിൻ തെന്നലായി എന്ന മ്യൂസിക് ആൽബം ശ്രദ്ധേയമാവുന്നു. ഗായകൻ രജിത് M പിള്ളയാണ് ഗാനം സംഗീതം നൽകി ആലപിച്ചിരിക്കുന്നത്. സുഭാഷ് നാരായൺ സംവിധാനവും ടോം ഡേവിസ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. ചേരൂർ സാഗതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ജയരാജ് വാര്യർ മ്യൂസിക് ആൽബത്തിന്റെ ഔപചാരിക പ്രകാശനം നിർവഹിച്ചു. പ്രേക്ഷകർക്കൊപ്പം വിദ്യാർത്ഥികളും തങ്ങളുടെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളുടെ പ്രിയ ടീച്ചറുടെ മനോഹരമായ വരികളെ ഏറ്റെടുക്കുന്നുവെന്ന പ്രത്യേകതയും ഈ മ്യൂസിക് ആൽബത്തെ വേറിട്ട് നിർത്തുന്നു. അകലെ രാത്രി മഴയിൽ അലിയും തേങ്ങലായി മാറി നീയും ഒഴുകി മെല്ലെ ഒഴുകി ഒന്നും പറയാതെ പോയതിൻ. പുതുക്കാട് സെന്റ് ആന്റണീസ് HS സ്കൂളിലെ ജേർണലിസം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലാബ് തിങ്കളാഴ്ച രാവിലെ 9:30 ഉദ്ഘാടനം ചെയ്യും. കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ഉദ്ഘാടനം ചെയ്യും. ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷത വഹിക്കും. മാധ്യമപ്രവർത്തകൻ R ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തിങ്കളാഴ്ച പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരം ശുചീകരിക്കും. രാവിലെ 10 അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം ജിജോ ജോൺ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പുതുച്ചേരിയിൽ തീരം തൊട്ട ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിലാണ് കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുന്നത്. തുലാവർഷം അടുത്ത ദിവസങ്ങളിൽ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. വരുന്ന 5 ദിവസം തെക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇടിമിന്നലോടെ ശക്തമായ മഴയ്ക്കാണ് മുന്നറിയിപ്പ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലടക്കം ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിതീവ്ര മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജില്ലാ ഭരണകൂടങ്ങൾ വേണ്ട മുൻകരുതൽ എടുക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കേന്ദ്ര നൈപുണ്യ സംരംഭകത്വ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ ജൻശിഷൻ സംസ്ഥാനിൽ അക്കൗണ്ടന്റ്, ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. MCOM-ഉം കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉള്ളവർക്ക് അക്കൗണ്ടന്റ് തസ്തികയിലേക്കും ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയിലേക്കും അപേക്ഷിക്കാം. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും സഹിതം ഡയറക്ടർ ജൻശിഷൻ സംസ്ഥാൻ KCRA 22 കുർക്കഞ്ചേരി PO തൃശൂർ ജില്ല 680007 എന്ന വിലാസത്തിലോ
jssKDR@gmail.com എന്ന മെയിൽ ഐഡിയിലോ 2024 ഡിസംബർ 20 മുൻപ് അപേക്ഷിക്കണം. ജില്ലാ ആസൂത്രണ സമിതിയുടെ അടുത്ത യോഗം ഡിസംബർ 4 ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ ആസൂത്രണ ഭവൻ കോൺഫറൻസ് ഹാളിൽ ചേരും. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7150 രൂപയും പവന് 57,200 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വരന്തരപ്പള്ളി പൗണ്ടിൽ കീറിയ ഒട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രതികാരമായി സാധനങ്ങൾ വാങ്ങാനെത്തിയ ആൾ ബേക്കറി അടിച്ചു തകർത്തു. അളഗപ്പനഗർ പഞ്ചായത്തിലെ കീനൂർ പാടശേഖരത്തിൽ കാട്ടുപന്നികളുടെ വ്യാപക ശല്യം മൂലം കർഷകർ ദുരിതത്തിൽ. പുതുക്കാട് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെ കൊടകരയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗ്രേഡ് SI ജിനുമോൻ തച്ചേത്താണ് മരിച്ചത്. പുതുക്കാട് ഡിപ്പോയിൽ നിന്ന് മുപ്പിളിയം ഭാഗത്തേക്ക് KSRTC ബസ് സർവീസ് തിങ്കളാഴ്ച ആരംഭിക്കും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മട്ടത്തൂർ യൂണിറ്റ് സമ്മേളനം ചെട്ടിച്ചാലിൽ സംഘടിപ്പിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിറച്ചാർത്ത് 2024 കലാകായിക മേളയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.